അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. അതിനുവേണ്ടി നമ്മളൊരു ബോഡി കൺസിഡർ ചെയ്യുന്നു. അതൊരു ഹൊറിസോണ്ടൽ സർഫസിൽ വെച്ചേക്കുക. സപ്പോസ് പ്ലെയിൻ സർഫസ്. അപ്പോൾ ഇങ്ങനെയുള്ള സർഫസിൽ ഒരു ബോഡി വയ്ക്കും. ആ ബോഡിയുടെ വെയ്റ്റ് mg, അത് വെർട്ടിക്കലി ഡൗൺവേഴ്സ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. സോ ദിസ് ഈസ് ദ വെയ്റ്റ് represented by W, its value is mg. അപ്പോൾ ഈ ഹൊറിസോണ്ടൽ ഫ്ലോർ ഈ ബോഡിയിലൊരു ഫോഴ്സ് കൊടുക്കും. ആ ഫോഴ്സാണ് നോർമൽ റിയാക്ഷൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. നോർമൽ റിയാക്ഷൻ ആക്ട് ചെയ്യുന്നത് വെർട്ടിക്കലി അപ്വാർഡ്സ്, മുകളിലേക്ക് ആക്ട് ചെയ്യും. ജസ്റ്റ് ലൈക്ക് ദിസ്, ആൻഡ് ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ക്യാപിറ്റൽ R. അപ്പോൾ ഒരു ഹൊറിസോണ്ടൽ സർഫസ്, അതിലൊരു ബോഡി വെച്ചിരിക്കുന്നു. അതിൻ്റെ വെയ്റ്റ് വെർട്ടിക്കലി ഡൗൺവേർഡ്സ് ആക്ട് ചെയ്യും. നോർമൽ റിയാക്ഷൻ ആക്ട് ചെയ്യുന്നത് വെർട്ടിക്കലി അപ്വാർഡ്സ്. അപ്പോൾ ഞാൻ ഈ ബോഡിയിൽ ഒരു ഹൊറിസോണ്ടൽ ഫോഴ്സ് അപ്ലൈ ചെയ്യാണ് ഇൻ ദിസ് ഡിറക്ഷൻ, ജസ്റ്റ് ലൈക്ക് ദിസ്. ഹൊറിസോണ്ടൽ ഫോഴ്സാണ് കൊടുത്തേ. ഹൊറിസോണ്ടൽ ഫോഴ്സ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ FH, ഹൊറിസോണ്ടൽ ഫോഴ്സ്. അപ്പോൾ ഇങ്ങോട്ട് ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ ഫ്രിക്ഷൻ അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് ആക്ട് ചെയ്യുക. അപ്പോൾ ബോഡി ഇവിടെ റെസ്റ്റിലാണ് ഇരുന്നത്. അപ്പോഴാണ് ഞാനൊരു ഫോഴ്സ് അപ്ലൈ ചെയ്തത്. അപ്പോൾ റെസ്റ്റിലിരുന്നത് കൊണ്ട് തന്നെ ഈ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആയിരിക്കും. ഏത് ഫ്രിക്ഷൻ ആയിരിക്കും? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. സോ FS. ഇനി ആ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ മാക്സിമം വാല്യൂ ആണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതിനെ പറഞ്ഞു ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ FS മാക്സിമം. സോ ഇത്രയുമാണ് ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ. അപ്പോൾ വെയ്റ്റ് വെർട്ടിക്കലി ഡൗൺവേഴ്സ്, നോർമൽ റിയാക്ഷൻ അപ്വേഴ്സ്, ഹൊറിസോണ്ടൽ ഫോഴ്സ് ഡയറക്ഷനിലേക്ക് ആക്ട് ചെയ്യുന്നു. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. അപ്പോൾ ഈ ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷനും നോർമൽ റിയാക്ഷൻ്റെയും റിസൾട്ടൻ്റ്, ഈ രണ്ട് ഫോഴ്സുകളുടെ റിസൾട്ടൻ്റ് ഫോഴ്സ് വരയ്ക്കാൻ പറഞ്ഞാൽ അത് ഇങ്ങനെയാണ്. അപ്പോൾ ഏതിൻ്റെയൊക്കെ റിസൾട്ടൻ്റാ? ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെയും നോർമൽ റിയാക്ഷൻ്റെയും റിസൾട്ടൻ്റ് ഫോഴ്സാണ് ഈ കാണിച്ചിരിക്കുന്നത്. ദിസ് വൺ. ക്ലിയർ? ഈ റിസൾട്ടൻ്റ് ഫോഴ്സും ഈ നോർമൽ റിയാക്ഷനും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ, സപ്പോസ് തീറ്റ, ഏതൊക്കെ തമ്മിലാണ്? നോർമൽ റിയാക്ഷൻ്റെയും ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെയും റിസൾട്ടൻറ്റും നോർമൽ റിയാക്ഷനും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ, അതിനെ പറയുന്ന പേരാണ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. സോ ഇറ്റ് ഈസ് ദ ആംഗിൾ വിച്ച് ദ റിസൾട്ടൻറ്റ് ഓഫ് ദി ഫോഴ്സ് ഓഫ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ആൻഡ് നോർമൽ റിയാക്ഷൻ മേക്സ് വിത്ത് ദ നോർമൽ റിയാക്ഷൻ. ഒന്നുകൂടെ, നോർമൽ റിയാക്ഷൻ്റെയും ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെയും റിസൾട്ടൻറ്റും നോർമൽ റിയാക്ഷനും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിളിനെ പറയുന്ന പേരാണ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. അപ്പോൾ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഉപയോഗിച്ച ലെറ്ററാണ് ഇത്, തീറ്റ. ഓക്കെ. സോ ഞാനിവിടെ ഇത് കംപ്ലീറ്റ് ചെയ്യുകയാണ്. കംപ്ലീറ്റ് ചെയ്ത് ലെറ്റേഴ്സ് കൊടുക്കുന്നു. സപ്പോസ് ദിസ് പോയിൻറ്റ് O, ദിസ് വൺ A, ദിസ് വൺ B ആൻഡ് ദിസ് പോയിൻറ്റ് C. സോ OC ആണ് റിസൾട്ടൻറ്റ് ഫോഴ്സ്, തീറ്റയാണ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. അപ്പോൾ നമുക്ക് ഫിഗറിൽ ഒരു ട്രയാങ്കിൾ കാണാൻ പറ്റും. ട്രയാങ്കിൾ OCA. ഏതാ ട്രയാങ്കിൾ? ട്രയാങ്കിൾ OCA. ആ ട്രയാങ്കിളിൽ നിന്ന് ടാൻ തീറ്റയ്ക്ക് ഒരു ഇക്വേഷൻ എഴുതാണ്. ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു, ടാൻ തീറ്റ എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. സോ ഓപ്പോസിറ്റ് മീൻസ് AC ബൈ അഡ്ജസൻറ്റ് മീൻസ് OA. ക്ലിയർ? ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു AC ബൈ OA. ACയുടെ വാല്യൂ നമുക്കറിയില്ല. ACക്ക് തുല്യമായ മറ്റൊരു വാല്യൂ ഉണ്ട് OB. അതിൻ്റെ വാല്യൂ നമുക്കറിയാം, ഇറ്റ് ഈസ് FS മാക്സിമം. സോ നമുക്ക് ACക്ക് വരെ വേണമെങ്കിൽ എന്തെഴുതാം? OB എന്നെഴുതാം. ACക്ക് തുല്യം തന്നെയാണ് OB. സോ OB ബൈ OA. OBയുടെ വാല്യൂ FS മാക്സിമം. സോ FS മാക്സിമം ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷനാണ്, ഡിവൈഡ് ബൈ OA. വാട്ട് ഈസ് OA? ഇങ്ങോട്ടുള്ള വാല്യൂ നമുക്കറിയാം, ഇതേതാ? നോർമൽ റിയാക്ഷൻ. സോ ദാറ്റ് ഈസ് R. അപ്പോൾ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടി, ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു FS മാക്സിമം ഡിവൈഡ് ബൈ R.
അതിന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടോ Fs maximum is equal to a constant mu s into r. കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ചത് where mu s is called coefficient of static friction. So mu s is equal to what? Fs maximum by r. അപ്പോൾ Fx maximum by r ന് പകരം നമുക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് ആരെ കൊടുക്കാം? mu s കൊടുക്കാം. So equation becomes tan theta is equal to mu s. ക്ലിയർ? ഇതാണ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. അപ്പോൾ എന്താണ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് ചോദിച്ചാൽ ഏതൊക്കെ തമ്മിലുള്ള റിസൾട്ട്? നോർമൽ റിയാക്ഷനും ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെയും റിസൾട്ടൻറ്റും ആ റിസൾട്ടൻ്റ് നോർമൽ റിയാക്ഷനുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. അപ്പോൾ നമ്മളവിടെ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു, ട്രയാങ്കിൾ ഒ സി എ. ആ ട്രയാങ്കിളിൽ നിന്ന് ടാൻ തീറ്റയുടെ ഇക്വേഷൻ എഴുതി. ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ അഡ്ജസ്റ്റൻ്റ് ആണ്. സോ ഓപ്പോസിറ്റ് എ സി ഡിവൈഡ് ബൈ ഒ എ. എ സിക്ക് വരാൻ നമ്മൾ എന്ത് കൊടുത്തു? എ സിക്ക് വരാം, ഈ എ സിക്ക് വരാം അതിന് തുല്യമായിട്ട് ഒ ബി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഒ ബി ബൈ ഒ എ. ഒ ബിയുടെ വാല്യൂ എഫ് എസ് മാക്സിമം, ഒ എയുടെ വാല്യൂ ആർ. സോ എഫ് എസ് മാക്സിമം ബൈ ആർ. അപ്പോൾ ടാൻ തീറ്റ ഈസ് ഈക്വൽ നമുക്ക് എന്ത് കിട്ടി? എഫ് എസ് മാക്സിമം ബൈ ആർ എന്ന് കിട്ടി. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എഫ് എസ് മാക്സിമം ഈസ് ഈക്വൽ ടു എന്നതാ? മ്യൂ എസ് ഇൻറ്റു ആർ ആണ്. അതിൽ നിന്ന് മ്യൂ എസ് എഴുതി. മ്യൂ എസ് ഈസ് ഈക്വൽ ടു എഫ് എസ് മാക്സിമം ബൈ ആർ. നേരെ എഫ് എസ് മാക്സിമം ബൈ ആറിന് വരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു മ്യൂ എസ്. So this is called angle of friction. So അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആംഗിൾ ഓഫ് സ്ലൈഡിംഗ് ആണ്. ആംഗിൾ ഓഫ് സ്ലൈഡിംഗ് മറ്റൊരു പേരുണ്ട് ആംഗിൾ ഓഫ് റിപ്പോസ്. ആംഗിൾ ഓഫ് റിപ്പോസ്. അതിനുവേണ്ടി നമ്മളൊരു ഇൻക്ലൈൻഡ് പ്ലെയിൻ കൺസിഡർ ചെയ്യുന്നു. എന്താണ് ഇൻക്ലൈൻഡ് പ്ലെയിൻ? ചരിവ് തലം. സോ ദിസ് ഈസ് എൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ. ഇത് സാധാരണ ഒരു തലം, അതിൽ നിന്ന് അല്പം ഉയർത്തി വെച്ചേക്കുന്നു, ചരിഞ്ഞ പ്രതലം. അപ്പോൾ ഇങ്ങനെയുള്ള ചരിഞ്ഞ പ്രതലത്തിൽ ഒരു ഒബ്ജക്റ്റ് ഇരിക്കുന്നു. സപ്പോസ് ഇതാണ് ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റിൻ്റെ വെയിറ്റ് ആക്ട് ചെയ്യുന്നു വെർട്ടിക്കലി ഡൗൺവേഴ്സ്. W ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു mg. അപ്പോൾ ഇതാണ് പ്രതലം. പ്രതലം എപ്പോഴും മുകളിലേക്കൊരു ഫോഴ്സ് കൊടുക്കും. അപ്പോൾ ഇവിടെ ചരിഞ്ഞിരിക്കുന്നതുകൊണ്ട് ഫോഴ്സ് ഇതാ ഇങ്ങനെ ആക്ട് ചെയ്യും. സോ ദിസ് ഈസ് നോർമൽ റിയാക്ഷൻ. ക്ലിയർ? അപ്പോൾ ഈ എം ജി എന്ന് പറയുന്ന ഈ ഫോഴ്സിനെ നമ്മൾ രണ്ട് കമ്പോണൻറ്റുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയാണ്. അപ്പം ശ്രദ്ധിക്കുന്ന അതിനു മുമ്പ് ഒരു കാര്യം പറയാം. അപ്പോൾ ഈ ഒബ്ജക്റ്റ് ഇങ്ങനെ ഒരു ചരിഞ്ഞ തലത്തിൽ വയ്ക്കുമ്പോൾ ഇത് ജസ്റ്റ് ഫോർ എക്സാമ്പിൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇതൊരു ബുക്ക്, ഒരു പ്ലെയിൻ സർഫസ്. ഇതിനെ നമ്മൾ ഉയർത്തുകയാണ്, ജസ്റ്റ് ലൈക്ക് ദിസ്. ഇങ്ങനെ ഉയർത്തി വരുമ്പോൾ ഇതൊരു ഇൻക്ലൈൻഡ് പ്ലെയിൻ ആവും. സോ അപ്പോൾ ഇതിന് മുകളിൽ നമ്മളൊരു ബോഡി വെച്ചിട്ടുണ്ട്. ഇതാണ് സിറ്റുവേഷൻ. നോർമൽ സിറ്റുവേഷൻ ഇതാണ്. ഒരു ബോഡി ഇരിക്കുന്നു. അപ്പോൾ നമ്മളിതിനെ ഉയർത്താൻ ശ്രമിക്കുകയാണ്, ജസ്റ്റ് ലൈക്ക് ദിസ്. ഉയർത്തി ഒരു പ്രത്യേക സൈറ്റ് എത്തുമ്പോൾ ഇത് മൂവ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ആ ഒരു സിറ്റുവേഷനിലാണ് ഈ ബോഡി ഇരിക്കുന്നത്. അപ്പം നോർമലി ആദ്യം പൊസിഷൻ ഇതായിരുന്നു, ഹൊറിസോണ്ടൽ ലെവലായിരുന്നു. നമ്മൾ ഉയർത്തി ഒരു പ്രത്യേക ആംഗിൾ, സപ്പോസ് ഇത് 5 ആണെന്നിരിക്കട്ടെ, ആംഗിൾ 5. ആ ഒരു ആംഗിൾ എത്തിയപ്പോൾ ഇതെന്ത് ചെയ്തു? മൂവ് ചെയ്യാൻ തുടങ്ങി. തുടങ്ങുമ്പോൾ താഴോട്ടാണ് മൂവ് ചെയ്യുക. താഴോട്ട് മൂവ് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ, ഈ ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും. ദാറ്റ് ഈസ് ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. മൂവ് ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. അപ്പോൾ റെസ്റ്റിലായിരുന്നതുകൊണ്ടാണ് ഇവിടെ ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ പറഞ്ഞത്. സോ ദാറ്റ് ഈസ് എഫ് എസ് മാക്സിമം. ഓക്കെ, അപ്പോൾ 3 ഫോഴ്സുകൾ. ഒന്ന് വെയിറ്റ് വെർട്ടിക്കലി ഡൗൺവേഴ്സ്. ആ ഹൊറിസോണ്ടൽ ഫ്ലോർ ആയിരുന്നതിനെ ഉയർത്തിയപ്പോൾ അത് ഇൻക്ലൈൻഡ് പ്ലെയിൻ ആയി. ആ ഇൻക്ലൈൻഡ് പ്ലെയിൻ മുകളിലേക്ക് ഒരു ഫോഴ്സ് കൊടുക്കും. ദാറ്റ് ഈസ് നോർമൽ റിയാക്ഷൻ. ദെൻ അങ്ങനെ ഇൻക്ലൈൻഡ് പ്ലെയിൻ ആകുമ്പോൾ ഇത് മൂവ് ചെയ്യാൻ തുടങ്ങുന്നതുകൊണ്ട് ഇവിടെ ആക്ട് ചെയ്യുന്നത് എഫ് എസ് മാക്സിമം, ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. സോ ഇനി ഈ വെയിറ്റിനെ നമുക്ക് രണ്ട് കമ്പോണൻറ്റുകളാക്കി സ്പ്ലിറ്റ് ചെയ്യാം. ഒന്ന് ഇങ്ങനെ, ഒന്ന് ഇങ്ങനെ. നമ്മളിത് മോഷനിനെ പ്ലെയിൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. സോ രണ്ട് കമ്പോണൻറ്റുകളാക്കി സ്പ്ലിറ്റ് ചെയ്തു. അപ്പോൾ 5, സോ ദിസ് വൺ ഈസ് 5. അപ്പോൾ ഈ ആംഗിളിനോട് ചേർന്ന് വന്ന ഈ കമ്പോണൻറ്റ്, അപ്പോൾ എം ജി ആണ് രണ്ട് കമ്പോണൻ്റാക്കി മാറ്റിയത്. അപ്പോൾ ഇതിനോട് ചേർന്ന് വന്ന ഇത് എം ജി കോസ് 5. ഇത് എം ജി കോസ് 5 ആൻഡ് ദിസ് വൺ എം ജി സൈൻ 5. അപ്പോൾ സൈൻ കമ്പോണൻറ്റും കോസ് കമ്പോണൻറ്റുമായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത് 5 ആൻഡ് 5 വന്നു. സോ എം ജി കോസ് 5, ഇത് എം ജി സൈൻ 5. അപ്പോൾ ഒന്നുകൂടെ നോർമൽ റിയാക്ഷൻ, ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഈ എം ജി രണ്ട് കമ്പോണൻറ്റ്സ് ആക്കി സ്പ്ലിറ്റ് ചെയ്തു, കോസ് കമ്പോണൻറ്റും സൈൻ കമ്പോണൻറ്റും. അപ്പോൾ ഒന്ന് എം ജി സൈൻ 5ഉം ഒന്ന് എം ജി കോസ് 5ഉം. ഓക്കെ,
അപ്പോൾ ഇവിടെ എന്താണ് ആംഗിൾ ഓഫ് സ്ലൈഡിങ് അല്ലെങ്കിൽ ആംഗിൾ ഓഫ് റിപ്പോസ് എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ദ ആംഗിൾ ദാറ്റ് ഇൻക്ലൈൻഡ് പ്ലെയിൻ മേക്സ് വിത്ത് ദ ഹൊറിസോണ്ടൽ. ഇറ്റ് ഈസ് ദ ആംഗിൾ when inclined plane, this is the inclined plane that makes with the horizontal make ചെയ്യുന്ന ഈ ആംഗിൾ എപ്പോഴാണെന്ന് ചോദിച്ചാൽ when a body placed on it just starts sliding. അപ്പോൾ എന്താണ് ആംഗിൾ ഓഫ് സ്ലൈഡിങ്? ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ ഒരു ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എപ്പോൾ അതിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്ന ഒരു ബോഡി ജസ്റ്റ് സ്ലൈഡ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അവിടെ മേക്ക് ചെയ്യുന്ന ആംഗിളാണ് ആംഗിൾ ഓഫ് സ്ലൈഡിങ് അല്ലെങ്കിൽ ആംഗിൾ ഓഫ് റിപ്പോസ്. ഇനി ശ്രദ്ധിക്കേണ്ടത് ഇവിടെ എം ജി കോസ് ഫൈ എന്ന് പറയുന്ന കമ്പോണൻറ്റിന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ആർ അല്ലേ. അപ്പോൾ എം ജി കോസ് ഫൈയെ ബാലൻസ് ചെയ്യുന്ന കമ്പോണൻ്റാണ് നോർമൽ റിയാക്ഷൻ. അതേപോലെ എം ജി സൈൻ ഫൈയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് എഫ് എസ് മാക്സിമം. അപ്പോൾ നമുക്ക് എഴുതാം എം ജി സൈൻ ഫൈയെ ബാലൻസ് ചെയ്യുന്നു. എം ജി സൈൻ ഫൈ ഇസ് ഈക്വൽ ടു എഫ് എസ് മാക്സിമം. സിമിലർലി എം ജി കോസ് ഫൈ ഇസ് ഈക്വൽ ടു നമുക്ക് എഴുതാം ആർ. രണ്ട് ഇക്വേഷൻസ് 1, 2. 1/2 implies mg sin phi divided by mg cos phi is equal to റൈറ്റ് സൈഡിൽ ഏത് വരും? എഫ് എസ് മാക്സിമം ഡിവൈഡഡ് ബൈ താഴെ ആർ. എം ജി കട്ട് ചെയ്യാം, ബാക്കി സൈൻ ഫൈ ഡിവൈഡ് ബൈ കോസ് ഫൈ ആണ്, ദാറ്റ് ഈസ് ടാൻ ഫൈ. സോ ടാൻ ഫൈ ഇസ് ഈക്വൽ ടു എഫ് എസ് മാക്സിമം ഡിവൈഡ് ബൈ ആർ. സോ നമ്മൾ നേരത്തെ പഠിച്ചതാണ് എഫ് എസ് മാക്സിമം ബൈ ആർ എന്ന് വെച്ചാൽ എന്നാ സാധനമാണ്? ദാറ്റ് ഈസ് മ്യൂ എസ്. നമുക്ക് എഴുതാം ടാൻ ഫൈ ഇസ് ഈക്വൽ ടു മ്യൂ എസ്. Clear? That is tangent of angle of repose is equal to coefficient of static friction. ഇതാണ് ആംഗിൾ ഓഫ് സ്ലൈഡിങ് അല്ലെങ്കിൽ ആംഗിൾ ഓഫ് റിപ്പോസ്. ക്ലിയർ? സോ അടുത്തത് നെക്സ്റ്റ് ഡെറിവേഷൻ, മോഷൻ ഓഫ് എ കാർ ഓൺ എ ബാങ്ക്ഡ് റോഡ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മോഷൻ ഓഫ് എ കാർ ഓൺ എ ലെവൽ റോഡ് പഠിച്ചിരുന്നു, സർക്കുലാർ ലെവൽ റോഡ്. അവിടെ ഇക്വേഷൻ നമ്മൾ പഠിച്ചു വി ഈസ് ഈക്വൽ ടു റൂട്ട് മ്യൂ ആർ ജി ആണ് ഇക്വേഷൻ സേഫ് സ്പീഡിൻ്റെ. അടുത്ത പഠിക്കാൻ പോകുന്ന മോഷൻ ഓഫ് എ കാർ ഓൺ എ ബാങ്ക്ഡ് റോഡ്. അപ്പോൾ എന്താണ് ബാങ്ക്ഡ് റോഡ് എന്ന് മനസ്സിലാക്കണം. നമ്മളെ സംബന്ധിച്ച് സാധാരണ ഒരു വളവുള്ള റോഡ്, കർവ്ഡ് റോഡ്, നിങ്ങളത് ശ്രദ്ധിക്കുക. നിങ്ങളുടെയൊക്കെ വീടിനടുത്ത് ഒരു കർവ്ഡ് അല്ലെങ്കിൽ നല്ല വളവുള്ള, പ്രത്യേകിച്ച് നാഷണൽ ഹൈവേയിലോ അല്ലെങ്കിൽ എം സി റോഡൊക്കെയാണ് നമ്മൾ സാധാരണ പഞ്ചായത്ത് റോഡുകളല്ല ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള റോഡുകളിൽ ഇപ്പോൾ നാഷണൽ ഹൈവേയിലേക്കാണെങ്കിൽ നല്ല വളവാണെങ്കിൽ റോഡിൻ്റെ ഒരു സൈഡ്, ഈ സൈഡ് അല്പം ഉയർത്തിയാണ് വെച്ചേക്കുക ഈ സർഫസിനെ അപേക്ഷിച്ച്, ഈ സൈഡ് അപേക്ഷിച്ച്. ഇപ്പോൾ ഇതൊരു കർവ്ഡ് റോഡാകുമ്പം ഇതാണ് ആ കർവ്, ഈ ഭാഗത്തേക്കാണ് കർവ്. മീൻസ് അപ്പോൾ ഈ കർവ്ഡ് റോഡിന് രണ്ട് എഡ്ജുകളുണ്ട്, ഒന്ന് ഈ എഡ്ജ്, ഒന്നിത്. അപ്പം ദിസ് ഈസ് ഇന്നർ എഡ്ജ് ആൻഡ് ദിസ് വൺ ഔട്ടർ എഡ്ജ്. അപ്പോൾ രണ്ട് എഡ്ജുകളുണ്ട്, ഇന്നർ എഡ്ജും ഔട്ടർ എഡ്ജും. അപ്പോൾ ഇന്നർ എഡ്ജിനെ അപേക്ഷിച്ച് ഔട്ടർ എഡ്ജ് അല്പം റൈസ് ചെയ്തിരിക്കും, ഉയർത്തിയാണ് വെച്ചിരിക്കുക. അതായത് നോർമലി നമ്മൾ പറയുകയാണെങ്കിൽ ഇങ്ങനെയാണ് ലെവൽ വരാനുള്ളത്, റോഡ് ഇങ്ങനെയാണ് വരാനുള്ളത്, എല്ലായിടത്തും ഒരേപോലെ ലെവലായിരിക്കണം. പക്ഷേ ഈ കേസിൽ ഈ ഭാഗം ഇങ്ങനെ ഉയർന്ന് കാണപ്പെടും. അപ്പോൾ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്, സാധാരണ ലെവലിനെ അപേക്ഷിച്ച് ഇവിടെ എന്ത് ചെയ്യും, ഒരു ആംഗിൾ വേരിയേഷനുണ്ട്. ഈ പ്രോസസ്സിനെ അറിയപ്പെടുന്ന പേരാണ് ബാങ്കിങ് ഓഫ് റോഡ്സ്. ആൻഡ് ദിസ് ആംഗിൾ ഈസ് കാൾഡ് ബാങ്കിങ് ആംഗിൾ. എന്താണ്? ബാങ്കിങ് ആംഗിൾ അല്ലെങ്കിൽ ആംഗിൾ ഓഫ് ബാങ്കിങ്. രണ്ട് പേരും ഓർക്കുക, ബാങ്കിങ് ആംഗിൾ അല്ലെങ്കിൽ ആംഗിൾ ഓഫ് ബാങ്കിങ്. അപ്പോൾ എവിടെയാണ് സംഭവിക്കുക? കർവ്ഡ് റോഡുകളിൽ ഇന്നർ എഡ്ജിനെ അപേക്ഷിച്ച് ഔട്ടർ എഡ്ജ് റൈസ് ചെയ്യുന്ന പ്രോസസ്സാണ് ബാങ്കിങ് ഓഫ് റോഡ്സ്. ആൻഡ് ദിസ് ആംഗിൾ ഈസ് കാൾഡ് ആംഗിൾ ഓഫ് ബാങ്കിങ് ഓർ ബാങ്കിങ് ആംഗിൾ. ഓക്കെയാണ്. ഇപ്പോൾ കർവ്ഡ് റോഡിൽ ഒരു കാർ പോകുന്നു, സപ്പോസ് ഇതാണ് കാർ എന്നിരിക്കട്ടെ സപ്പോസ്. അപ്പോൾ ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ, ഒന്ന് വെയിറ്റ്, കാറിൻ്റെ വെയിറ്റ് അതെപ്പോഴും നമുക്കറിയാം താഴേക്കാണ്, വെർട്ടിക്കലി ഡൗൺവേഴ്സ്. അപ്പോൾ ഇതൊരു ഇൻക്ലൈൻഡ് പ്ലെയിൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ കണ്ട എക്സാമ്പിൾ പോലെ ഇവിടെ നോർമൽ റിയാക്ഷൻ ഇങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ലെവൽ, ഈ കാണുന്നത്.
ഇൻക്ലൈൻഡ് പ്ലെയിൻ ആണ്, അല്പം ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ട് നോർമൽ റിയാക്ഷൻ ഡയറക്ഷൻ ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഇത് തീറ്റ. സോ ഈ നോർമൽ റിയാക്ഷനെ നമ്മൾ 2 കമ്പോണൻസ് ആക്കി സ്പ്ലിറ്റ് ചെയ്യുന്നു. അതിലൊന്ന് ഈ കമ്പോണൻ്റ്, മറ്റൊന്ന് ഇത്. ഓക്കെ, അപ്പോൾ സപ്പോസ് ദിസ് വൺ, ഇത് തീറ്റ എങ്കിൽ ദിസ് തീറ്റ. അപ്പം ഈ കമ്പോണൻറ്റ് അത് ആർ, നേരത്തെ പറഞ്ഞ പോലെ ആർ കോസ് തീറ്റ, തീറ്റയോട് ചേർന്ന് വന്നു. ആൻഡ് ദിസ് കമ്പോണൻറ്റ് ആർ സൈൻ തീറ്റ. അപ്പോൾ ഇവിടെ സ്പ്ലിറ്റ് ചെയ്ത് 2 കമ്പോണൻസ് ആക്കി മാറ്റിയത് നോർമൽ റിയാക്ഷനെയാണ്. അപ്പോൾ അതിലൊന്ന് ആർ കോസ് തീറ്റ കമ്പോണൻറ്റും മറ്റൊന്ന് ആർ സൈൻ തീറ്റ കമ്പോണൻറ്റുമാണ്. ഇനി ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ ആർ കോസ് തീറ്റ കമ്പോണൻറ്റ് അതിനെ ബാലൻസ് ചെയ്യുന്നത് കാറിൻ്റെ വെയിറ്റ് ആണ്. ദാറ്റ് ഈസ് ആർ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു എം ജി എന്ന് എഴുതാം. ഇക്വേഷൻ നമ്പർ 1. അപ്പോൾ ആർ കോസ് തീറ്റ കമ്പോണൻറ്റ് of normal reaction balances the weight of the car mg, that is r cos theta is equal to mg. Any horizontal component of normal reaction, that is r sin theta, that provides, remember that provides, ഇങ്ങോട്ട് ഏതാ ഫോഴ്സ് ഉള്ളത്? വേറെ സർക്കുലർ മോഷൻ ആണെങ്കിൽ ഇങ്ങോട്ടുള്ള ഫോഴ്സ് ഏതാ? സെൻട്രിപിറ്റൽ ഫോഴ്സ്. സോ horizontal component of normal reaction provides centripetal force. So we can write r sin theta is equal to centripetal force. Centripetal force in equation നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. So mv square by r. Equation number 2. അപ്പോൾ ഒന്നാമത്തത് r cos theta balances the weight of the car. Second one, r sin theta component of normal reaction provides centripetal force. So equation 2 divided by equation 1. രണ്ടിനെ ഒന്നുകൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. So r sin theta divided by r cos theta is equal to this one divided by this one, that is mv square by r divided by mg. അതിനെക്കാട്ടി എളുപ്പം നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇൻവേഴ്സ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. സോ ഇൻറ്റു 1 by mg. ആരെ കട്ട് ചെയ്യാം? എം കട്ട് ചെയ്തു റൈറ്റ് സൈഡിൽ, ലെഫ്റ്റ് സൈഡിൽ ആർ കട്ട് ചെയ്തു. ബാക്കി sin theta by cos theta, that is tan theta is equal to v square by rg. Tan theta is equal to v square by rg, and v square is equal to rg tan theta. v square is equal to rg tan theta. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് വിയുടെ ഇക്വേഷനാണ്. സോ v is equal to സ്ക്വയർ റൂട്ട് എടുത്താൽ പോരെ. സോ v is equal to root of rg tan theta. This gives the maximum safe speed of the car on a curved banked road. ബാങ്ക്ഡ് റോഡിൽ സേഫ് സ്പീഡിൻ്റെ ഇക്വേഷൻ എന്താണ്? v is equal to root rg tan theta. അത് ലെവൽ റോഡാണെങ്കിൽ ഇക്വേഷൻ എന്താണ്? v is equal to root of mu rg. കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. സോ v is equal to root of rg tan theta. അടുത്ത പ്രോബ്ലം. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ച ഇക്വേഷൻ ഓർത്തോളണം. ഒന്നാമത്തെ ഇക്വേഷൻ v is equal to root of mu rg അല്ലെങ്കിൽ മ്യൂസ് rg. രണ്ടാമത്തെ v is equal to root of rg tan theta. 2 ഡെറിവേഷൻ പഠിച്ചിട്ടുണ്ട്. സോ നമുക്കൊരു പ്രോബ്ലം ചെക്ക് ചെയ്ത് നോക്കാം. An aircraft execute a horizontal loop at a speed of 720 km/h with its wings banked at 15 degree. What is the radius of the loop? അപ്പോൾ ഒരു എയർക്രാഫ്റ്റ് എന്ന് വെച്ചാൽ വിമാനം, സപ്പോസ് അത് ഒരു ഹൊറിസോണ്ടൽ നീളത്തിൽ പോയിട്ട് ഹൊറിസോണ്ടൽ ലൂപ്പ് കംപ്ലീറ്റ് ചെയ്യുകയാണ്, ജസ്റ്റ് ലൈക്ക് ദിസ്. അപ്പോൾ അതിങ്ങനെ പോകുമ്പോൾ ചിറകൾ ഇങ്ങനെ ചരിഞ്ഞ് ഒരു സൈഡിലേക്ക് ചരിഞ്ഞ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് മൂവ് ചെയ്യുന്ന സ്പീഡ് തന്നിട്ടുണ്ട്. വെലോസിറ്റി എന്ന് പറയുന്നത് 720 km/h ആണ്, km/h. അത് SI സിസ്റ്റത്തിലല്ല തന്നേക്കുന്നത്. SI സിസ്റ്റത്തിൽ വാല്യൂ കൺവേർട്ട് ചെയ്യണം. SI സിസ്റ്റത്തിലാക്കി നമ്മൾ ചെയ്യാവൂ. 720 km/h നമ്മൾ മീറ്റർ/സെക്കൻഡിലേക്ക് മാറ്റേണ്ടതാണ്. സോ 720 km/h എങ്ങനെ മീറ്റർ/സെക്കൻഡ് മാറ്റുമെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? 720 × 5/18. Okay. So anyway, 200. Next,
ആംഗിൾ തന്നിട്ടുണ്ട്, ബാങ്കിങ് ആംഗിൾ തീറ്റ തന്നിട്ടുണ്ട്. തീറ്റയുടെ വാല്യൂ എത്ര? 15 ഡിഗ്രിയാണ്. കണ്ടുപിടിക്കാനുള്ള എന്തുവാണ്? റേഡിയസ് ഓഫ് ദ ലൂപ്പാണ് കണ്ടുപിടിക്കാനുള്ളത്. സോ ആർ ക്വസ്റ്റ്യൻ മാർക്ക്. ഇപ്പോൾ ആംഗിൾ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ തീർച്ചയായിട്ടും ഇതാണ് ഇക്വേഷൻ. വി ഈസ് ഈക്വൽ ടു റൂട്ട് ആർ ജി ടാൻ തീറ്റ, അല്ലെങ്കിൽ വി സ്ക്വയർ ഈസ് ഈക്വൽ ടു ആർ ജി ടാൻ തീറ്റ. അതിൽ നിന്ന് ആർ ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? വി സ്ക്വയർ ബൈ ജി ടാൻ തീറ്റ. ആർ ഈസ് ഈക്വൽ ടു, ആറിനെ മാത്രം ആക്കുക, ജി ടാൻ തീറ്റ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോവുക. സോ ആർ ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ജി ടാൻ തീറ്റ എന്ന് വരും. വി സ്ക്വയർ, വിയുടെ വാല്യൂ എത്ര? 200. സോ വി സ്ക്വയർ എന്ന് വെച്ചാൽ 200 ഇൻറ്റു 200 ഡിവൈഡഡ് ബൈ ജിയുടെ വാല്യൂ 9.8 ഇൻറ്റു ടാൻ തീറ്റ. തീറ്റയുടെ വാല്യൂ എത്ര? 15, ടാൻ 15. സോ കാൽക്കുലേറ്റർ യൂസ് ചെയ്യുക, ആൻസർ കിട്ടും 15.2 ഇൻറ്റു 10⁻³ അത്രയും മീറ്റർ. ക്ലിയർ? അപ്പോൾ ഒന്നുകൂടെ ഇക്വേഷൻ വി ഈസ് ഈക്വൽ ടു റൂട്ട് ആർ ജി ടാൻ തീറ്റയാണ്. നമ്മൾ കണ്ടുപിടിക്കേണ്ട ആറാണ്, അതുകൊണ്ട് നമ്മൾ സ്ക്വയർ എടുത്തു. വി സ്ക്വയർ ഈസ് ഈക്വൽ ടു ആർ ജി ടാൻ തീറ്റ. സോ ആർ ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ജി ടാൻ തീറ്റ. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക. ക്ലിയർ?